കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്, കുറേ ആയി വീഡിയോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു അറിയാം. ആ ഗ്യാപ്പിന് ശേഷം എടുക്കുന്ന ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഓണം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസായിരുന്നു. അതിന് ശേഷം പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് ഇതൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇവിടെ നോക്കിയപ്പോൾ നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇത് പാകത്തിന് പഴുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിരുന്ന് കറുത്ത് തൊലിയൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ ആരും കഴിക്കില്ല. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ നോക്കിയപ്പോൾ മൈദ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പഴംപൊരി ഉണ്ടാക്കാം, ചായക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ തന്നെ ഒരു കുക്കിംഗ് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം പഴംപൊരി തന്നെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പഴംപൊരി ഉണ്ടാക്കാനുള്ള റെസിപ്പിയൊക്കെ ഇപ്പോൾ ആർക്കും അറിയില്ലാത്തല്ലേ, എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ചെറിയ രീതിയിൽ പറയാം. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് തുടക്കക്കാർക്ക് എളുപ്പമാവുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ അവർ, അല്ലേ? എന്നാൽ പിന്നെ മാവ് സെറ്റാക്കാനുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് മൈദ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇനിയിപ്പോൾ അറിയില്ലെങ്കിൽ മൈദ എന്തായാലും വേണം. മൈദ എടുക്കുക, ആവശ്യത്തിനുള്ള മൈദ എടുക്കുക. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുള്ളൂ. അതിനുള്ള 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പഴം എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മൈദ എടുക്കുക. മൈദയിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി. ഈ അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ പഴംപൊരി കുറച്ചുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് പഴംപൊരിയാണ് താല്പര്യമെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി, പഞ്ചസാര 1 സ്പൂണ്, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി. പിന്നെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പ്, അതൊന്ന് നല്ലോണം പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് മാവാക്കി സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച പഴം മാവിൽ മുക്കി വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ പഴംപൊരിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ 6 പഴംപൊരിയായിട്ട് ഉണ്ടാക്കിയത്. കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുടിക്കാനായിട്ട് പാലിൽ ബൂസ്റ്റ് ഇട്ടാണ് കേട്ടോ കുടിക്കുന്നത്. എനിക്ക് ചായയും കാപ്പീനേക്കാളൊക്കെ കൂടുതൽ പാലിൽ ബൂസ്റ്റ് ഇട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതാ വൈകുന്നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴംപൊരിയൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ പഴംപൊരി, ആ അരിപ്പൊടി ഇട്ട കാരണം. അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് പുറകെ കാണാം. ടാറ്റാ.